എന്താ ചൂട്, വേനൽക്കാലം ചതിച്ചല്ലോ. ആരും വർക്ക് ചെയ്യണില്ല. ഇപ്പൊ എന്താ ചെയ്യാ? അണ്ണാ ഇന്നലെ ഒരു സിനിമ ഉണ്ട് കേട്ടോ, കിഷ്കിന്ധാ കാണ്ഡം. നല്ല സൂപ്പർ പടം. അതെയോ? അണ്ണാ നിങ്ങൾ ഈ രാമായണവും മഹാഭാരതവും സംസ്കൃതമൊക്കെ വായിക്കുന്ന ആളല്ലേ, എന്തിനാണ് കിഷ്കിന്ധാ കാണ്ഡത്തിന്റെ അർത്ഥം? അർത്ഥം അറിയില്ല അല്ലേ? നോമങ്ങൾ പറഞ്ഞുതരാം. ഒരു കൊരങ്ങനെ അങ്ങനെ കിട്ടുവോ? കൊരങ്ങനെ എളുപ്പം കാലത്ത് ഏത് കൊരങ്ങ? പറ്റില്ല അല്ലേ? ഒരു കാര്യങ്ങൾ ചെയ്യാം. പോയി ഒരു നാരങ്ങ, മധുരവും ഉപ്പും സമാസമം, ഒരു സോഡ ഇങ്ങോട്ട് എടുത്തിട്ട് വരിക. ഓ, അപ്പൊ ഇതിൽ നിഗൂഢമായ ഒരു അർത്ഥമുണ്ട്. A few moments later. എത്തില്ലോ. ഇനി നാരങ്ങ കാണ്ടം കാണ്ടായിട്ട് അങ്ങോട്ട് മുറിക്കുക. പിന്നെ സോഡയിലേക്ക് പിഴിയുക. നേരത്തെ പറഞ്ഞ പോലെ ഉപ്പും മധുരവും സമാസമം ഈശ്വരനെ അങ്ങോട്ട് മനസ്സിൽ വിചാരിച്ച് ചേർക്കുക. ഇനി അങ്ങോട്ട് അങ്ങോട്ട് ഇളക്കിക്കോളുക. അതെങ്ങനെ പൊങ്ങി വന്നോട്ടെ. എന്നിട്ട് തന്നോളൂ. ഔ വന്നൂല്ലോ. ആശ്വാസമായി. അണ്ണാ ഇതിലൂടെ കിഷ്കിന്ധാ കാണ്ഡം മനുഷ്യന് ചൂടെടുത്ത് അങ്ങോട്ട് ചാവാറായിരിക്കുമ്പോഴാണല്ലോ കിഷ്കിന്ധാ കാണ്ഡം അറിയണല്ലേ? ആരോടാന്ന് വെച്ചാൽ പോയി ചോദിക്കുക. അത് ശരി, തേപ്പായിരുന്നല്ലേ. ഒരു ബോഞ്ചി വെള്ളം വേണമെങ്കിൽ അത് പറഞ്ഞാൽ പോരെ. ചാവാൻ കിടന്നാ കൂടി ഒരു തുള്ളി വെള്ളം തരുമോ നീയൊക്കെ? അതുകൊണ്ടാണോ നിങ്ങള് ചെയ്തേ? കണക്കായി പോയി. അങ്ങനെ കടന്നു പോവാ. तांबड़ी चांबड़ी ही चमकते उन्हात लका 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 लका